ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവാണ് നിങ്ങളോട് കൽപ്പിച്ചതെങ്കിൽ ഇതെല്ലാം അല്ലാഹു ഞങ്ങളെ പാഴാക്കൂല. കൊടും പട്ടിണി, ആകെ ഒരൽപ്പം വെള്ളം, 5, 6, 7 കാരയ്ക്ക, ചുറ്റും ഒരു കെട്ടിടം പോലുമില്ല, മണൽപ്പരിപ്പിന്റെ മാത്രമുള്ള മധ്യാഹ്നത്ത് കൊണ്ട് ആക്കിയിട്ട് ഇബ്രാഹിം അങ്ങ് കടന്നു പോകുമ്പോൾ ഹാജറാബിയുടെ വാക്കാണ്, അല്ലാഹുവാണോ നിങ്ങളോട് പറഞ്ഞത്? എന്നാൽ അല്ലാഹു ഞങ്ങളെ പാഴാക്കൂല. അതിന് കൊടുത്ത സമ്മാനം എന്തെന്നറിയോ? അതിന് ഹാജറാബിക്ക് അല്ലാഹു കൊടുത്ത സമ്മാനം എന്തെന്നറിയോ? 7 കാരക്ക തീർന്നു, വെള്ളം തീർന്നു, കുഞ്ഞ് കരയാൻ തുടങ്ങി, മുലപ്പാല് വറ്റിപ്പോയി, ശക്തമായ ചൂടാണ്, മേൽക്കൂരയില്ല, വീടില്ല, ആൾ താമസമില്ല, ആളുത്തരവുമില്ല. നമ്മുടെ എങ്ങാനും ഭാര്യ ഒന്ന് ഗർഭിണിയായിട്ടൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ 40 പിന്നെ പരിപാടിയുടെ മേളങ്ങളാണ്, ലക്ഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. പെൺകുട്ടി ഒന്ന് ഗർഭിണിയായാൽ പിന്നെ ആ പെണ്ണിന്റെ ഗർഭത്തിന്റെ ഫോട്ടോ എടുത്ത് പോലും സോഷ്യൽ മീഡിയ ഇടുന്ന വർത്തമാന കാലഘട്ടത്തിന്റെ വൃത്തികെട്ട മുസ്ലിമീങ്ങളായ സഹോദരങ്ങളോട് പറയാ, കുഞ്ഞുണ്ടായപ്പോ അല്ല പറഞ്ഞു, ഇബ്രാഹിമെ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോ അല്ല എന്തൊന്നാണോ എന്നോട് പറഞ്ഞത് അതല്ലാതെ ഒന്നും ഞാൻ ചെയ്യില്ല. വെള്ളം തീർന്നു, ഹാജറാബി പരിതപിച്ചല്ലേ, ഇബ്രാഹിം തിരിച്ചു വന്നില്ലല്ലോ, എന്റെ കുഞ്ഞ് പട്ടിണി കിടന്ന് മരിക്കുമല്ലോ. ഇതൊന്നുമല്ല ഹാജറാബിയുടെ ചിന്ത. ഹാജറാബി ഓടുകയാണ്, സഫായിലേക്ക് ഓടുന്നു, പിന്നെ മറുവയിലേക്ക് ഓടുന്നു, പിന്നെ ഈ സഫയിലേക്ക് ഓടുന്നു, പിന്നെ ഈ മറുവയിലേക്ക് ഓടുന്നു. ആ ഓട്ടമാണ് 4000 കൊല്ലങ്ങൾക്ക് ശേഷം ഇന്ന് മസ്ജിദുൻ നബവിയുടെ തൊട്ടരികത്തുള്ള ആ സഫാ മറുവയുടെ ഇടയിൽ ആര് പോലും ഈ പ്രപഞ്ചത്തിന്റെ അണ്ടകടാഹങ്ങൾ മുഴുവനും പടയ്ക്കപ്പെടാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, ആ നബി തങ്ങളോടും അല്ല പറഞ്ഞത് എന്തെന്നറിയോ? എന്റെ ഹാജറ ഓടിയ വഴിയാണ്, കറുകറുത്ത പെണ്ണായ ആ രാജാവ് സമ്മാനമായി കൊടുത്ത ഹാജറ ബീവി എന്നല്ല അല്ല പറഞ്ഞത്. നബിയേ, എന്റെ ഹാജറ ഓടിയ മണ്ണാട്, ഓടൂ നബിയേ. ലോകം മുഴുവനും ഒരു പെണ്ണ് ഓടുന്ന സ്ഥലത്ത് ഓടാനുള്ള കാരണം ഇതല്ല, എന്റെ റബ്ബെന്നെ പാഴാക്കൂല. നമ്മളത് പറയണം. നമുക്ക് വീടുണ്ട്, സമ്പത്തുണ്ട്, സംവിധാനങ്ങളുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങൾ വരുമ്പോ നമ്മളെ കൈവിട്ടുട്ടോ. ചെറിയ രോഗം വരുമ്പോ നമ്മൾ പറയും, അല്ലാഹു നമ്മളെ കാണുന്നില്ല, കണ്ണടച്ചിട്ടോ. മരിക്കുന്നതിന് മുമ്പ് പോലും, മരണം ഉറപ്പായാൽ പോലും അവർ പറയും, സമ്മാനം എന്തെന്നറിയോ? സമ്മാനം എന്തെന്നറിയോ? ഹാജറാബി ഓടി വരുമ്പോ പൊന്നുമോനതാ കാലിട്ടടിക്കുന്നു, വെള്ളം പൊട്ടിപ്പുറപ്പെടുന്നു, ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത മരുഭൂമിലതാ വെള്ളം നിർഗളിക്കുന്നു, വെള്ളത്തെ തടയാൻ കഴിയുന്നില്ല, അത് അരുവി പോലെ ഒഴുകുന്നു, പുഴ പോലെ ഒഴുകാൻ വെമ്പുമ്പോ ഹാജറാബി പറഞ്ഞു, സംസം ഒന്ന് നിക്ക്, ഇനി ഒഴുകല്ലേ, ഒഴുകിയാൽ പ്രശ്നമാണ്. അതാണ് സംസം എന്ന് പേര് വരാനുള്ള കാരണം. 4000 കൊല്ലങ്ങൾക്ക് ശേഷം ഇന്നും അത് ഒഴുകുന്നുണ്ട്. 10,000 ലക്ഷക്കണക്കിന് കോടാനുകോടികൾ കുടിച്ചിട്ട് പോയി, കോടാനുകോടികൾ കൊണ്ടുപോകുന്നു, കോടാനുകോടികൾ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ 200 രാജ്യങ്ങളിലും സംസങ്ങൾ പടർന്ന് പന്തലിക്കുന്നു. അത്ഭുതം എന്ന കലവറയെന്ന് പറയട്ടെ, ഇന്ന് വരെ സംസം പറ്റിയിട്ടില്ല. അതിന്റെ അളവിൽ നിന്ന് ഒരൽപ്പം പോലും താഴോട്ട് വരുന്നില്ല. എന്തുകൊണ്ടെന്നറിയോ? ഇതെല്ലാം സമർപ്പണത്തിന് അല്ലാഹു കൊടുത്തതാണ്. സമർപ്പണത്തിന് നമുക്കും തരും അല്ലാഹു. ഇബ്രാഹിം നബിക്ക് കൊടുത്തത് എന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങ് സമർപ്പിച്ചപ്പോ നമ്രൂദിന്റെ അഗ്നികുണ്ഡാരത്തിലോട്ട് കടന്നു പോകുമ്പോ എന്തെന്നറിയോ സംഭവിച്ചത് സഹോദരങ്ങളെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈദങ്ങ് വിടുമ്പോ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും അട്ടഹസിക്കുകയാണ്, എല്ലാവരും പൊട്ടിക്കരകയാണ്. ഇബ്രാഹിം നബി അഗ്നികുണ്ഡാരത്തിലോട്ട് കടന്നു പോകുമ്പോൾ ആകാശഭൂമികളുള്ള സർവ്വതും അട്ടഹസിക്കുന്നു. ഇല്ല മലക്കുകൾ അട്ടഹസിക്കുന്നു, ആകാശം കരയുന്നു, ഭൂമി കരയുന്നു.
നക്ഷത്രങ്ങളും താരാപഥങ്ങളും പൊട്ടിക്കരയുന്നു. മനുഷ്യ ജിന്ന് വർഗമൊഴികെ എല്ലാവരും പൊട്ടിക്കരയുമ്പോൾ അവർ പറയുന്നത് എന്തെന്നറിയോ? റബ്ബനാ മാഫി അർളിക അഹദുൻ യഅ്ബുദുക ഗൈറ ഇബ്രാഹീം. പടച്ചോനെ, താഴെ മുഴുവനും ബിംബാരാധകരാണ്. ആസർ ബിംബാരാധകനാണ്. അവന്റെ സമുദായം മുഴുവനും ബിംബാരാധകനാണ്. നിന്നെ ആരാധിക്കുന്ന ഇബ്രാഹിം മാത്രമേ ഉള്ളൂ. അല്ലാ, അവനെ കരിച്ചു കളയല്ലേ അല്ലാ, കരിച്ചു കളയല്ലേ അല്ലാ. അല്ലാഹുവിന്റെ അടുക്കൽ ആരെന്നറിയോ കടന്നു വരുന്നത്? ജിബ്രീൽ കടന്നു വരുന്നുണ്ട്, മീകായിൽ കടന്നു വരുന്നുണ്ട്. കടന്നു വന്നിട്ട് ചോദിക്കുന്നു, അല്ലാ, ഇബ്രാഹിമിന് ഞാൻ കാറ്റായിട്ട് കടന്നു ചെല്ലട്ടെയോ, മഴയായിട്ട് കടന്നു ചെല്ലട്ടെയോ? ഇനി ഇസ്തിഗാസ ബി അഹദിൻ മിൻകും പറയുന്നു, ഓരോ ആളുകളും വന്ന് സഹായം ഫഅദല്ലനാ ഫീ നുസ്റതിഹി, ഇബ്രാഹിമിനെ സഹായിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരുമോ എന്ന് മീകായിൽ ചോദിക്കുന്നു, ജിബ്രീൽ ചോദിക്കുന്നു അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹ് പറയുന്ന മറുപടി എന്തെന്നറിയോ? ഇനി ഇസ്തിഗാസ ബി അഹദിൻ മിൻകും ലിയൻസുറഹു, നിങ്ങൾ എങ്ങാനും ചെന്ന് സഹായം വേണോ എന്ന് ഇബ്രാഹിമിനോടൊന്ന് ചോദിക്കണം. ഏത് ഇബ്രാഹിമ? അമ്പിൽ നിന്ന് വിട്ടുകഴിഞ്ഞു, തീയിൽ ചെന്ന് വിടാനായിട്ട് സമയങ്ങളേ ഉള്ളൂ. ആ സമയത്തിന്റെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഫഇല്ലം യദഉ ഗൈരി, ആ ഇബ്രാഹിം എങ്ങാനും നിങ്ങളോട് പറഞ്ഞാൽ, നിങ്ങളെ സഹായം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ, ഫഅന അഅലമു ബിഹി, എനിക്കറിയാം ഇബ്രാഹിമിനെ സഹായിക്കാൻ. വഅന വലിയുഹു, ഞാനാണ് ഇബ്രാഹിമിന്റെ പടച്ചോൻ. ഫഖല്ലു ബൈനി വബൈനഹു ഫഇന്നഹു ഖലീലി, എന്റെ കൂട്ടുകാരനാണ് ഇബ്രാഹിം, നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? നിങ്ങൾ ചോദിച്ചു നോക്ക്. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, എന്ന് ചോദിച്ചു നോക്ക്, ഞങ്ങൾ സഹായിക്കണമെന്ന്, കാറ്റ് വേണമെന്ന് ചോദിച്ചു നോക്ക്, മഴ വേണമെന്ന് ചോദിച്ചു. സഹായം എങ്ങാനും ഇബ്രാഹിം വേണമെന്ന് പറയാൻ നിങ്ങൾ സഹായിച്ചേരെ. ഇനി വേണ്ട എന്ന് പറഞ്ഞാൽ എന്റെ ഖലീലാണ്, എന്റെ ഇഷ്ടക്കാരനാണ് ഇബ്രാഹിം, എനിക്കറിയാം സഹായിക്കാൻ. അങ്ങനെ കടന്നു ചെന്നു. അല്ലാഹു ഖാസിനുർ റിയാഹ്, കാറ്റിന്റെ മലക്ക് കടന്നു ചെന്നുകൊണ്ട് ചോദിച്ചു, ഇൻശിത തയ്യറതൻ നാറ ഫിൽ ഹവാ, കാറ്റുകൊണ്ട് തീയെ ഞങ്ങൾ അണച്ചു കളയാം. വെള്ളത്തിന്റെ ആള് വന്നു പറഞ്ഞു, വെള്ളം കൊണ്ട് ഈ തീയെ ഞങ്ങൾ അണച്ചു കളയാം. സഹോദരങ്ങളെ, പ്രതിസന്ധി ഘട്ടത്തിന്റെ പ്രതികൂല സാഹചര്യത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകളും സങ്കടങ്ങളും വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇബ്രാഹിമിനെ പഠിപ്പിക്കുന്ന പാഠമാണ് സമർപ്പണത്തിന്റെ സമ്മാനമായിട്ട് അല്ലാഹു കൊടുക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കുന്നു, ലാ ഹാജത ലീലേക്കും, കാറ്റ് വേണ്ട, മഴ വേണ്ട, വെള്ളം വേണ്ട, ഒന്നും വേണ്ട. ആകാശത്തോട്ട് കണ്ണങ്ങ് വായിക്കുന്നു. റബ്ബിന്റെ കോടാനുകോടി മറകളെല്ലാം ഭിന്നിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന വാക്കുണ്ട്, അല്ലാഹുമ്മ അന്തൽ വാഹിദു ഫിസ്സമാ, പടച്ചോനെ, ആകാശത്ത് നീ ഒറ്റയ്ക്കാണല്ലാ, ഭൂമിയിൽ ഞാൻ ഒറ്റയ്ക്കാണ് അല്ലാ, ലൈസ ഫിൽ അർളി മൻ യഅ്ബുദുക ഗൈരി, നീയല്ലാതെ എന്നെ സഹായിക്കാൻ, എന്നെ ആശ്വസിപ്പിക്കാൻ ഒരു മാലാകമാരെയും പറഞ്ഞു വിടണ്ട അല്ലാ. ഹസ്ബി അല്ലാ, അല്ലാഹുവേ എനിക്ക് നീ മതി അല്ലാ. അത് പറയേണ്ട താമസം അല്ലാഹുവോട് പറയുന്നു, ഖുൽ യാ നാറു കൂനി ബർദൻ വസലാമാ അലാ ഇബ്രാഹിം. ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമാവാൻ, ഒരു AC കണ്ടീഷൻ ആവാൻ അല്ലാഹ് പറയുന്നതിന്റെ കാരണം എന്നെ അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചു. നമുക്കതിന് കഴിയുന്നില്ല. നമുക്ക് രോഗം വരുമ്പോ നമുക്ക് സങ്കടം, സമ്പത്ത് കുറയുമ്പോ സങ്കടം, ദുഃഖങ്ങൾ വരുമ്പോ താങ്ങാൻ കഴിയുന്നില്ല, മരണങ്ങൾ വരുമ്പോ പിടഞ്ഞു പോകുന്നു. നമ്മൾ അല്ലാഹുവിനെ ഏൽപ്പിക്കാത്തതാണ് നമുക്ക് പറ്റിപ്പോകുന്ന പരാജയത്തിന്റെ കാരണമെങ്കിൽ 4000 കൊല്ലങ്ങൾക്ക് ശേഷവും അത്തഹിയാത്തിൽ പോലും മുത്തുനബിതങ്ങൾക്ക് നീ ഇബ്രാഹിമിന് കൊടുത്തതുപോലത്തെ അനുഗ്രഹങ്ങളല്ല എന്റെ മുത്തുനബിക്ക് നീ കൊടുക്കണേ അല്ലാഹ് ലോകത്തുള്ള സർവ്വ അടിയാറുകളെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമർപ്പണമാണ്. ഒരു ചാഞ്ചാട്ടവും ഉണ്ടായിട്ടില്ല, ഒരു അണുകിട.
മോനെ അറക്കാൻ പറഞ്ഞപ്പോൾ നമ്മളെ കുഞ്ഞൊന്ന് തറയി വീണ് തലപൊട്ടിയ പ്രശ്നം നമ്മൾ തകർന്നു പോകും. സംസാരിക്കുന്ന ഞാനടക്കം നമ്മളടക്കം നമ്മൾ ഇല്ലാതായി പോകും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നറിയാം, മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ, മോഹം നിനക്കുള്ളിൽ ഉദിക്കുന്നില്ലേ, നേരം കളയാതെ അറുക്കൂ ബാപ്പാ, നേരെ പിടിവാൾവേ ചറുക്കൂ ബാപ്പാ, തക്ബീർ മുഴക്കിക്കൊണ്ടറുക്കൂ ബാപ്പാ, തൗഹീദുടയോനോ തടുക്കൂ ബാപ്പാ. ഒരു വല്ലാത്ത വാപ്പയും മോനുമാണ്. മോനെ ഇസ്മായിൽ, അല്ല പറഞ്ഞടാ നിന്നെ ഒന്നറുത്തു കൊടുക്ക. അല്ലാഹുവാണോ പറഞ്ഞത് വാപ്പാ? ചെയ്യാതെ വേറെ മാർഗമില്ല, ചെയ്തോളൂ വാപ്പാ. വാപ്പാ അറുക്കുമ്പോൾ എന്നെ കമഴ്ത്തി ഒന്ന് പിടിച്ചേക്കണേ വാപ്പാ. നിങ്ങൾ എന്റെ മുഖം കണ്ടാൽ ഹൃദയം ഒന്ന് തകർന്നു പോകും വാപ്പാ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അതിന് അള്ളാഹു കൊടുത്ത സമ്മാനമാണിതെല്ലാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പഠിക്കുമ്പോൾ, ഈ തീയിന്റെയും മകൻ അറുക്കുന്നതിന്റെയും കഥകൾ കേൾക്കുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു വിളിച്ചുകൊണ്ട് ഉപദേശം പറയുന്നു. നമ്മൾ ഉളുഹിയ്യത്ത് അറുക്കും, നമ്മൾ നല്ല വസ്ത്രമിട്ട് പെരുന്നാളിനൊക്കെ സമ്മേളിക്കും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു കാര്യം കൂടി അള്ളാഹു പറയുന്നുണ്ട്. ഇതെല്ലാം ചെയ്തപ്പോ മകനെ അറുത്തു കൊടുത്തു, ഹാജറ ബീവിയെ ഉപേക്ഷിച്ചു, തീയിലിടപെട്ടു, എല്ലാം കഴിഞ്ഞു. അവസാനം വിളിക്കുന്നു, അയ്യാ ഖലീലി, എന്റെ കൂട്ടുകാരാ. അവസാനം കൂട്ടുകാരെന്ന് വിളിച്ചിട്ട് അള്ളാഹ് പറയണ എന്തെന്നറിയാവോ? നീ തന്നനക്ക് ഓക്കെ എന്നല്ല, ഹസ്സിൻ ഖുലുഖക വലൈം മഅൽ കുഫാർ. ഇബ്രാഹിമേ, ഇബ്രാഹിമേ, നീ അല്ലാഹുവിന് മുന്നിൽ നല്ല സ്വഭാവമുള്ളവനായി മാറണേ. അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും നല്ല അവസാനം കൊടുത്ത ഉപദേശമാണ് അല്ലാഹു. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ വലിയ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ആ പിണക്കങ്ങളൊക്കെ മാറ്റി സന്തോഷത്തോടെ സമാധാനത്തോടെ ഒന്ന് കെട്ടിപ്പിടിച്ച് വാപ്പാനെയും ഉമ്മാനെയും മക്കളെയും കുടുംബത്തെയും ചേർത്ത് പിടിക്കുന്നതോടൊപ്പം അയൽക്കാരെ, ഉറ്റവരെ, ഉടയവരെ, നമ്മുടെ നാട്ടുകാരെ, സ്നേഹബന്ധു ജനങ്ങളെ, ഒരാളോടും പിണക്കമില്ലാത്ത ഒരാളായി നമ്മൾ മാറിയാൽ അല്ലാഹു എല്ലാവരും മണ്ണിട്ട് മൂടിയിട്ട്, എന്നെ നിങ്ങളെ കുഴിച്ചങ്ങ് മൂടിയിട്ട് കാലങ്ങൾക്ക് ശേഷം എല്ലാവരും പിന്തിരിഞ്ഞു പോയാലും മറക്കാത്തൊരു പടച്ചോൻ നമുക്കുണ്ടാവും. അത് മതി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.